A few years ago, ചില വർഷങ്ങൾക്ക് മുൻപ് in one of the meetings of Jesus Calls, യേശു വിളിക്കുന്ന ഒരു യോഗത്തിൽ my father called out the name of a young boy named Robin. റോബിൻ എന്ന ഒരു ചെറിയ യുവാവിന്റെ പേര് എന്റെ പിതാവ് This വിളിച്ചു പറഞ്ഞു. Robin was a miserable failure. ഈ റോബിനോ ദയനീയമായ പരാജയം ആയിരുന്നു. And he was all the time angry with his parents. അവൻ എല്ലായ്പ്പോഴും അവന്റെ മാതാപിതാക്കളോട് കോപിഷ്ഠൻ ആയിരുന്നു. Angry with them. അവരോട് കോപം കാണിച്ചിരുന്നു. For no reason. യാതൊരു കാരണവുമില്ല. Because they were leading him in righteousness. കാരണം എന്താ, അവർ അവനെ നീതിയിൽ വളർത്തിയിരുന്നു. But then, എങ്കിലോ in that meeting, God called his name. ആ യോഗത്തിൽ ദൈവം അവന്റെ പേര് വിളിച്ചു. And said, Robin, പറഞ്ഞു, റോബിൻ, you're a failure in your studies. നിന്റെ വിദ്യാഭ്യാസത്തിൽ നീ പരാജയം. Because you're angry with your parents. കാരണം എന്താ, നിന്റെ മാതാപിതാക്കളോട് നീ കോപിക്കുന്നു. You say you have no future. നീ പറയും നിനക്ക് ഭാവിയില്ല. But today come to Jesus. എന്നാൽ ഇന്ന് യേശുവിന്റെ അടുക്കൽ വരിക. Jesus changes you. യേശു നിന്നെ മാറ്റിമറിക്കുന്നു. Ask forgiveness from your parents. നിന്റെ മാതാപിതാക്കളിൽ നിന്ന് പാപക്ഷമ ചോദിക്കൂ. You will prosper. നീ സമൃദ്ധി അടയും. Robin, repent tonight. పశ్చాత్తాపడి రాత్రి God will give you a new life. దేవుడు నీకు నూతన జీవితాన్ని దయచేస్తాడు. Go and get the pardon from your parents. వెళ్ళి నీ తల్లిదండ్రులకు క్షమాపణ అడుగు. Amazingly, that boy came to the platform. വിസ്മയകരമായി ആ ബാലൻ വേദിയിലേക്ക് വന്നു. Crying and crying and crying. കരഞ്ഞ് 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 വിലപിച്ചു. He had just come to the meeting. അവൻ യോഗത്തിലേക്ക് വന്നതേ ഉള്ളൂ. And there on the platform he gave his life to Jesus. അവിടെ വേദിയിൽ യേശുവിനായി തന്റെ ജീവിതത്തെ നൽകി. And on the platform, ആ വേദിയിൽ വെച്ച് he said, Daddy, Mommy, wherever you are, I ask your forgiveness. എന്റെ മാതാവേ, പിതാവേ, നിങ്ങൾ എവിടെയായാലും ഞാൻ നിങ്ങളോട് പാപക്ഷമ ചോദിക്കുമെന്ന് പറഞ്ഞു. I will be a new boy to you. നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഞാനൊരു പുതിയ ബാലനായിരിക്കും. I will be your beloved son to love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ പ്രിയപ്പെട്ട മകനായി തീരും. I want to repent to my parents anywhere in the meeting. I repent today. Sorry, Mommy. Sorry, Daddy. I love you. Amen. God loves you, Robin. And the presence of God came. ദൈവ സാന്നിധ്യം വന്നിറങ്ങി. And great joy came between the family. ആ കുടുംബത്തിനുള്ളിൽ വലിയ സമാധാനം സംജാതമായി. I met him several years later in the United States. അമേരിക്കയിൽ വെച്ച് ഞാൻ അനേകം വർഷങ്ങൾക്ക് മുൻപ് അവനെ കണ്ടുമുട്ടി. I was full of joy. എനിക്ക് വളരെ സന്തോഷമായി. He had finished his studies. അദ്ദേഹത്തിന്റെ പഠനമൊക്കെ തീർത്തു. Got a job. അവന് ഉദ്യോഗം ലഭിച്ചു. Today he is in the US. അവൻ ഇന്ന് യുഎസിലാണ്. And his wife is a doctor. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു They ഡോക്ടർ. are so blessed by God, serving the Lord also. ദൈവത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. And they are partners of the Jesus Calls ministry. അവർ യേശു വിളിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്നു. What great joy. എത്ര വലിയ സന്തോഷം. God will do that for you. ദൈവം അത് നിങ്ങൾക്കായി ചെയ്യും. My dear young children, എനിക്ക് പ്രിയമുള്ള കൊച്ചുമക്കളെ, don't have blood in your hands by hating your parents. നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കുന്ന മുഖാന്തരമായി രക്തപാതകം നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകരുതേ. According to James 5:15 and 16. യാക്കോബ് 5:15-16 വാക്യങ്ങൾ. When we confess our sins to each other, നാം അന്യോന്യം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ God will heal us. ദൈവം നമ്മെ സൗഖ്യമാക്കും. God will heal us. ദൈവം നമ്മെ സൗഖ്യമാക്കും. And there will be great honor വലിയ മാനം നമുക്ക് ലഭിക്കും. for you and your children. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. Today ask God to forgive. ഇന്ന് ദൈവം നിങ്ങളോട് ക്ഷമിക്കാൻ Ask ആവശ്യപ്പെടുവിൻ. Jesus to forgive. യേശു നിങ്ങളോട് ക്ഷമിക്കാൻ Let യാചിപ്പിൻ. his blood cleanse you. ഈ രക്തം നിങ്ങളെ കഴുകട്ടെ. And be such a loving son, such a loving daughter to your parents. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രിയമുള്ള മകനായി പ്രിയമുള്ള മകളായി തീരുവിൻ. Then God will prosper you. അതിനെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധീകരിക്കും. At the age of 18, 18 വയസ്സ് I പ്രായമുള്ളപ്പോൾ was a failure. ഞാനൊരു I പരാജയമായിരുന്നു. was living in sin ഞാൻ പാപത്തിൽ ജീവിച്ചു. because I hated my mother's discipline. കാരണം എന്താ, എന്റെ അമ്മയുടെ അച്ചടക്കം ഞാൻ വെറുത്തിരുന്നു. I failed in my exams in the first year. ഒന്നാമത്തെ വർഷം എന്റെ വിഷയങ്ങളിൽ പരാജയപ്പെട്ടു. I had a terrible headache എനിക്ക് കടുത്ത തലവേദന, and depression, നിരാശയുണ്ടായി, fear. ഭയം. I thought I have no future. എനിക്ക് ഭാവിയില്ലെന്ന് വിചാരിച്ചു. Couldn't talk to anybody. ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല. It was at that time ആ I സന്ദർഭത്തിലായിരുന്നു gave my life to Jesus in a meeting. ഒരു യോഗത്തിൽ വെച്ച് എന്റെ ജീവിതത്തെ യേശുവിനായി നൽകി. And I cried and cried and cried. ഞാൻ കരഞ്ഞപേക്ഷിച്ചു. Jesus came, യേശു വന്നു, cleansed me, എന്നെ ശുദ്ധീകരിച്ചു, transformed എന്നെ me. രൂപാന്തരപ്പെടുത്തി. The first thing, I went to my mother. ഒന്നാമതായി ഞാൻ മാതാവിന്റെ അടുക്കൽ പോയി. I hugged her. ഞാൻ അവരെ ആലിംഗനം I ചെയ്തു. said, forgive me, mommy. മമ്മി, എന്നോട് ക്ഷമിക്കണമേ I എന്ന് ഞാൻ have പറഞ്ഞു. broken your heart. ഞാൻ അമ്മയുടെ ഹൃദയം I തകർത്തു. said, Daddy, forgive me. പിതാവിനോട് ക്ഷമിക്കണമെന്ന് I ഞാൻ have പറഞ്ഞു. broken your heart. ഞാൻ താങ്കളുടെ ഹൃദയത്തെ And തകർത്തു I കളഞ്ഞു. became a best friend to my parents. ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് മെച്ചപ്പെട്ട സ്നേഹിതനായി തീർന്നു. I took over my father's responsibilities. എന്റെ പിതാവിന്റെ ആ ചുമതലകൾ ഏറ്റെടുത്തു. And I took over everything that my mother needed to be done. എന്റെ മാതാവ് ചെയ്യാൻ ആഗ്രഹിച്ചത്
വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. I started studying with all focus to please them. ഞാൻ അവരെ പ്രസാദിപ്പിക്കേണ്ടതിന് നല്ലവണ്ണം കേന്ദ്രീകരിച്ച് പഠിച്ചു. God blessed me. ദൈവം എന്നെ അനുഗ്രഹിച്ചു. In that same college, when I got the degree, I was given a gold medal. ഞാൻ പഠിച്ച അതേ കോളേജിൽ വെച്ച് തന്നെ എനിക്ക് സ്വർണ്ണമെഡൽ ലഭ്യമായി. I earned an MBA degree from the University of Madras. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഞാൻ MBA ഡിഗ്രി സമ്പാദിച്ചു. At the age of 26, 26 വയസ്സിൽ I got my doctorate in advertising and management science. മാനേജ്മെന്റ് സയൻസിൽ അഡ്വർടൈസിംഗിൽ എനിക്ക് PhD ലഭ്യമായി. Along with that, അതോട് ചേർന്ന് I was preaching the gospel. ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. God was doing mighty miracles. ദൈവം വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. Even when I was 18 years old. എനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോഴും And God blessed me in the ministry. ദൈവം ശുശ്രൂഷയിൽ എന്നെ അനുഗ്രഹിച്ചു. In the realm of governance. ആ വാഴ്ചയുടെ വിഭാഗത്തിൽ. And God lifted me up even to be a member of 2 educational bodies in the government of India. ഭാരത സർക്കാരിൽ 2 വിദ്യാഭ്യാസ കമ്മിറ്റികളിൽ എന്നെ അംഗമാക്കി. What great grace God gave me. ദൈവം എത്ര വലിയ കൃപ നൽകി. Because കാരണമെന്ത്? I returned to the bosom of my parents. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് മടങ്ങിയെത്തി. And brought love to them. ഞാൻ അവർക്ക് സ്നേഹം നൽകി. And the blood that I had in my hands as I was angry with them left me. എൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന ആ പാപത്തിന്റെ കുറ്റമൊക്കെയും കോപം മുഖാന്തരമുള്ളതെല്ലാം എന്നെ വിട്ടുപോയി. The blood of Jesus cleansed me. യേശുവിന്റെ രക്തം എന്നെ കഴുകി. Today, my young friend, ഇന്ന് എൻ്റെ പ്രിയ സ്നേഹിത, God will cleanse you. ദൈവം നിന്നെ ശുദ്ധീകരിക്കും. Jesus will cleanse യേശു you. നിന്നെ ശുദ്ധീകരിക്കും. You will have great honor in this world ഈ ലോകത്തിൽ നിനക്ക് വലിയ മാനം ഉണ്ടാകും. as you love everyone in your home. നിങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, Husbands, ഭർത്താക്കന്മാർ, wives, ഭാര്യ, humble yourself. നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുവിൻ. Love your spouses. നിങ്ങളുടെ ഭാര്യ ഭർത്താവിനെ സ്നേഹിപ്പീൻ. Love your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പീൻ. God will honor you. ദൈവം നിങ്ങളെ മാനിക്കും. Do your best for them. അവർക്ക് വേണ്ടി ഏറ്റവും മെച്ചമായി The ചെയ്യുവിൻ. blood of Jesus Christ will help you. യേശുവിന്റെ രക്തം നിങ്ങളെ സഹായിക്കും. Lift you up high. നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തും. You'll be in high places. നിങ്ങൾ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരും. Do you say, I don't have a promotion? എനിക്കൊരു ഉദ്യോഗ കയറ്റമില്ല നിങ്ങൾ I have പറയുന്നു. lost my job. എന്റെ ഉദ്യോഗം എനിക്ക് നഷ്ടമായി. Today, return to the first love, to Jesus and your family. ഇന്ന് നിങ്ങൾ യേശുവിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കുമുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവിൻ. You will get back everything 100 times. നിങ്ങൾക്കെല്ലാം 100 മടങ്ങ് മടക്കി ലഭിക്കും. Take away that hurt from your heart നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദന എടുത്തു മാറ്റുവിൻ. and humble yourself. നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുവിൻ. Love everybody. എല്ലാവരെയും സ്നേഹിപ്പിൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. For a moment, wherever we are, നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു നിമിഷം, if there is hate or hurt in our heart നമ്മുടെ ഹൃദയത്തിൽ പകയോ മുഷിപ്പോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, against God, ദൈവത്തോടെതിരായി, against our parents, നമ്മുടെ മാതാപിതാക്കൾക്കെതിരായി, against our children, നമ്മുടെ മക്കൾക്കെതിരായി, against our brothers and sisters, നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെതിരായി, against those in the place of work, നമ്മുടെ പ്രവൃത്തി മേഖലയിലുള്ള ആളുകളുമായി, against those in the ministry, ശുശ്രൂഷയിലുള്ള ആളുകളുമായി, against those in authority. അധികാരത്തിലിരിക്കുന്ന ആളുകളുമായി Let us check up our heart നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. and ask God to forgive. നമ്മോട് ക്ഷമിക്കേണ്ടതിന് കർത്താവിനോട് Now the അപേക്ഷിക്കാം. blood of Jesus Christ is cleansing us. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. Let us forgive those who have wronged us even. നമ്മോട് പാപം ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാം. Now is the time for your elevation. ഇപ്പോൾ നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാകുന്നു. Elevation. നിങ്ങളുടെ ഉയർച്ച, Great elevation is going to come to you and your family. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും വലിയ ഉയർച്ച വന്നു ചേരുവാൻ പോകുന്നു. Check up who all have hurt you. നിങ്ങളെ ആരെല്ലാം വേദനിപ്പിച്ചെന്ന് ചിന്തിച്ചു Tell നോക്കുവിൻ. the Lord, give me the grace to forgive them, Lord. കർത്താവേ, അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിപ്പിൻ. Give me the grace to forgive my children who have broken my heart. എന്റെ ഹൃദയം തകർത്ത എന്റെ മക്കളോട് കർത്താവെ ക്ഷമിക്കാൻ എന്നെ സഹായിക്കണമെന്ന് Give പ്രാർത്ഥിപ്പിൻ. me the grace to forgive my husband, forgive my wife. എന്റെ ഭർത്താവിനോട് എന്റെ ഭാര്യയോട് ക്ഷമിക്കാനുള്ള കൃപ തരണമേ. Forgive me. എന്നെ ക്ഷമിക്കണമേ. Forgive me എന്നോട് ക്ഷമിക്കണമേ. for carrying the hurt, Lord. കർത്താവേ, ഹൃദയവേദന ചുമന്നതിന് I've lost your presence. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് നഷ്ടമായി. Today I remember you, Lord. ഇന്ന് കർത്താവേ, ഞാൻ അങ്ങയെ ഓർക്കുന്നു. I remember how you said, forgive them, Lord. കർത്താവേ, അവരോട് ക്ഷമിക്കണമെന്ന് അങ്ങ് എങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. I remember your blood and your body. അങ്ങയുടെ രക്തത്തെയും അങ്ങയുടെ ശരീരത്തെയും ഓർക്കുന്നു. Now the blood of Jesus Christ is cleansing every one of us. ഇപ്പോൾ നാം ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ രക്തം കഴുകി ശുദ്ധീകരിക്കുന്നു. It is cleansing our hurts, നമ്മുടെ വേദനകളെ മാറ്റുന്നു. cleansing our hates, നമ്മുടെ പകകളെ വിശുദ്ധീകരിക്കുന്നു. cleansing our pain, നമ്മുടെ വേദനകളെ കഴുകുന്നു. cleansing the blood of murder in our hands. നമ്മുടെ കരങ്ങളുടെ രക്തപാതകത്തെ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. God is giving us a new heart, ദൈവം ഒരു പുതിയ ഹൃദയം നൽകുന്നു. new spirit, ഒരു പുതിയ to ആത്മാവിനെ receive the complete blessing from the Lord. കർത്താവിൽ നിന്ന് സമ്പൂർണ്ണ അനുഗ്രഹം പ്രാപിക്കുവാൻ, Blessing from the Lord. കർത്താവിൽ നിന്ന് അനുഗ്രഹം
അനുഗ്രഹം പ്രാപിക്കുവാൻ Cry out to God. ദൈവത്തോട് കരഞ്ഞപേക്ഷിപ്പീൻ. I am a sinner. ഞാനൊരു പാപിയാകുന്നു. I am a sinner. ഞാനൊരു പാപിയാകുന്നു. Wash me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. Let the curse leave my home, leave my heart. എന്റെ ഭവനത്തെ എന്റെ ഹൃദയത്തിൽ നിന്ന് ശാപം മാറിപ്പോകട്ടെ. Cry. കരയുവിൻ. Cry. കരയുവിൻ. Cry. കരയുവിൻ. Cry. കരയുവിൻ. After the angel died, ഏഞ്ചൽ മരിച്ച ശേഷം when we were in sorrow, ഞങ്ങൾ ദുഃഖത്തിലായിരുന്നപ്പോൾ that's what we did. അതാണ് ഞങ്ങൾ ചെയ്തത്. Cleanse us, Lord. കർത്താവേ ഞങ്ങളെ കഴുകണമേ. Cleanse us, Lord. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Cleanse us, Lord. ഞങ്ങളെ കഴുകണമേ. And God built our family. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ കെട്ടിപ്പണിഞ്ഞു. Today we are so blessed. ഇപ്പോൾ ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. And God is gracious to listen to our little prayer and bless us millions of people. ഞങ്ങളുടെ ചെറിയ പ്രാർത്ഥനകളെ കേട്ടുകൊണ്ട് ദശലക്ഷങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് The same ഒരുങ്ങിയിരിക്കുന്നു. grace is coming right now. അതേ കൃപ ഇപ്പോൾ നിങ്ങൾക്ക് The ലഭിക്കുന്നു. same glory of God is coming upon you right now. ദൈവത്തിന് അതേ മഹത്വം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നു. Just praise Him. ദൈവത്തെ സ്തുതിപ്പീൻ. Thank God for His blood. ദൈവത്തിന്റെ രക്തത്തിനാൽ നിങ്ങൾ സ്തുതി പറയുവിൻ. Father, പിതാവേ, wash us with the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. Cleanse our hurts. ഞങ്ങളുടെ വേദനകളെ കഴുകണമേ. All the hate in our heart, remove it by your love, Lord. കർത്താവ് അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലെ പകയൊക്കെയും എടുത്തു മാറ്റണമേ. Remove it by your blood, Lord. കർത്താവ് അങ്ങയുടെ രക്തത്താൽ അതൊക്കെ അങ്ങ് എടുത്തു മാറ്റണമേ. Wash us now. കർത്താവ് ഞങ്ങളെ കഴുകണമേ. Wash me now. എൻപോൾ എന്നെ കഴുകണമേ. Wash my brothers, sisters, and darling children who are crying with me now. ഇപ്പോൾ എന്നോട് ചേർന്ന് കരയുന്ന എന്റെ സഹോദരന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെയും എടുത്തു Let മാറ്റണമേ. every sin leave. എല്ലാ പാപവും മാറട്ടെ. Wash the blood that is in our hands, Lord, ഞങ്ങളുടെ കൈകളിലെ രക്തപാതകം കഴുകണമേ. and help us to love. സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹിക്കുവാൻ, Serve with love. സ്നേഹത്തോടെ സേവിക്കുവാൻ, And break all the enmity that is against us. കർത്താവ് ഞങ്ങൾക്കെതിരെയുള്ള ശത്രുതയൊക്കെയും തകർത്ത് കളയുവാൻ. Let Satan fall as lightning today. ഇന്ന് മിന്നൽ പിണർ പോലെ സാത്താൻ നിലംപത്തട്ടെ. We give you the glory. ഞങ്ങളെല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. Whatever sicknesses come in their bodies, കർത്താവിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന എല്ലാ രോഗങ്ങളും because of that hate, Lord, ആ പക മുഖാന്തരമായി, because of that hurt in their hearts, അവരുടെ ഹൃദയത്തിലെ വേദന മുഖാന്തരമായി, because of the sin of hating their brothers and sisters. കർത്താവേ സഹോദരനെ പകയ്ക്കുന്നതിന്റെ ആ പാപം മുഖാന്തരമായി, Now as they are confessing, Lord, ഇപ്പോൾ അവർ കർത്താവെ ഏറ്റുപറയുന്നതുകൊണ്ട് cleanse them. അവരെ ശുദ്ധീകരിക്കണമേ. Cleanse me. എന്നെ കഴുകണമേ. Cleanse us all. ഞങ്ങൾ എല്ലാരെയും കഴുകണമേ. Wash us, Lord, കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. and heal. ഞങ്ങളെ സൗഖ്യമാക്കണമേ. Heal. സൗഖ്യമാക്കണമേ. Heal, Lord. കർത്താവേ സൗഖ്യമാക്കണമേ. Heal, Lord. കർത്താവേ സൗഖ്യമാക്കണമേ. Heal, Lord. സൗഖ്യമാക്കണം കർത്താവേ. Heal, Master. യജമാനനെ We have സൗഖ്യമാക്കണമേ. prayed all the time, എല്ലായ്പ്പോഴും ഞങ്ങൾ but പ്രാർത്ഥിച്ചിരിക്കുന്നു. today we ask for forgiveness. എന്നാൽ ഇന്ന് ഞങ്ങൾ പാപക്ഷമയ്ക്കായി We ചോദിക്കുന്നു. will go and ask for forgiveness. കർത്താവ് ഞങ്ങൾ പോയി ക്ഷമ ചോദിക്കും. From our brothers and sisters, we will ask for ഞങ്ങളുടെ forgiveness. സഹോദരന്മാരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കും. Now heal your people. ഇപ്പോൾ അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കണമേ. Heal your people. അങ്ങയുടെ ജനത്തെ Heal സൗഖ്യമാക്കണമേ. your people. കർത്താവ് അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കണമേ. Heal your people. അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കണമേ. Heal your people. അങ്ങയുടെ ജനത്തെ Let സൗഖ്യമാക്കണമേ. every sin come out. എല്ലാ പാപവും പുറത്തു വരട്ടെ. Let every sickness come out. എല്ലാ രോഗവും പുറത്തു വരട്ടെ. Let every financial problem come out. എല്ലാ സാമ്പത്തിക പ്രശ്നവും പുറത്തു വരട്ടെ. Let every curse come out. എല്ലാ ശാപവും പുറത്തു വരട്ടെ. Let every darkness come out. എല്ലാ അന്ധകാരവും പുറത്തു വരട്ടെ. Let there be freedom to receive the full measure of God's blessing. ദൈവാനുഗ്രഹത്തിന്റെ സമ്പൂർണ്ണതയിൽ പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകണമേ. Thank you, Jesus. യേശുവേ നന്ദി. It's coming right now. അത് ഇപ്പോൾ തന്നെ വരുന്നു. Shall we open our hearts and praise the നമുക്ക് Lord? ഹൃദയങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം പറയാം. Now the miracles are beginning. ഇപ്പോൾ അത്ഭുതങ്ങൾ തുടങ്ങുന്നു. Miracles are beginning. അത്ഭുതങ്ങൾ തുടങ്ങുന്നു. Miracles are beginning. അത്ഭുതങ്ങൾ തുടങ്ങുന്നു. Jesus is pleased with you. യേശു നിങ്ങളോട് പ്രസാദിക്കുന്നു. As He blessed our family, ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് He is അനുഗ്രഹിച്ചതുപോലെ releasing you and blessing you right now. യേശു നിങ്ങളെ വിടുവിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ യേശുവിനെ Everybody നൽകുവിൻ. rejoice. എല്ലാവരും സന്തോഷിപ്പീൻ. Come on, rejoice. വരുവിൻ, സന്തോഷിപ്പീൻ. Jesus is doing miracles for you. യേശു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Praise the Lord. ദൈവത്തിന് സ്തോത്രം. No more tears. മേലാൽ കണ്ണുനീർ ഇല്ല. No more shame. മേലാൽ ലജ്ജ ഇല്ല. No more bondage. മേലാൽ ബന്ധനം ഇല്ല. Lord, honor, കർത്താവേ മാനിക്കണമേ. healing, സൗഖ്യം, and miracles. അത്ഭുതങ്ങൾ. Great joy in their home. അവരുടെ ഭവനങ്ങളിൽ വലിയ സന്തോഷം. Unity in the family. കുടുംബത്തിൽ ഐക്യം. I declare in Jesus' name. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രസ്താവിക്കുന്നു. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി.